രാജ്യത്തെ ഗവേഷണ മേഖലയെ പ്രാദേശിക തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക പദ്ധതിയുമായി നീതി ആയോഗ്. അമൃത വിശ്വവിദ്യാപീഠം എട്ടിമല ക്യാമ്പസിൽ സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ ശില്പശാലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതി പുറത്തിറക്കിയത്. സംസ്ഥാന തലത്തിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിനും അതുവഴി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഭരണനിർവഹണം സാധ്യമാക്കുന്നതിനുമുള്ള സമഗ്രമായ കർമ്മരേഖയാണ് ശില്പശാലയിൽ തയ്യാറാക്കിയത്. തമിഴ്നാട് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ഗവേഷണങ്ങൾ ലാബുകളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് ശില്പശാലയിൽ പ്രഭാഷണം നടത്തിയ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അമൃത സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സാങ്കേതികവിദ്യയുടെ ബോധപൂർവമായ പ്രയോഗത്തിലൂടെ മാത്രമേ സാമൂഹ്യ വെല്ലുവിളികൾ നേരിടാൻ കഴിയൂ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു. The Sustainable Development Goals were adopted as a global agenda, and I have always thought of the Sustainable Development Goals as a compact between leaders of society and members of their citizenry to say, in the 21st century, we must ensure basics for all citizens, and so that is very much, I think, in the spirit of what the Vidyapeetham has been doing. ഗവേഷണ മേഖലയിലെ തമിഴ്നാടിന്റെ കുതിപ്പിനെക്കുറിച്ച് സംസാരിച്ച സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി മെമ്പർ പ്രൊഫസർ ഡോക്ടർ എസ് വിൻസെന്റ് പേറ്റന്റ് ഫയലിംഗിൽ തമിഴ്നാട് രാജ്യത്ത് ഒന്നാമതാണെന്ന് വെളിപ്പെടുത്തി. പ്രതിവർഷം 5000 മുതൽ 6000 വരെ പേറ്റന്റ് അപേക്ഷകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ അമൃത സർവകലാശാലയുടെ പങ്കും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള GI ടാഗുകൾ നേടിയെടുക്കുന്നതിലെ സർവകലാശാലയുടെ ശ്രമങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. ചേഞ്ചിങ് ഡയമെൻഷൻസ്, എ ജേർണി ഫ്രം ഇമേഷൻ ടു ഇമ്പാക്ട്, സ്കോളേഴ്സ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്നിങ്ങനെ 2 പുസ്തകങ്ങളും ശില്പശാലയുടെ ഭാഗമായി പുറത്തിറക്കി. ഗവേഷണ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠവും ന്യൂഡൽഹിയിലെ CSIR നിസ്പയറും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവെച്ചു. ഡോക്ടർ മനീഷ വിനോദിനി രമേശും ഡോക്ടർ ഗീതാവാണി രായസമും ധാരണാപത്രം കൈമാറി. നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ ഉൾപ്പെടെയുള്ളവർ ശില്പശാലയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.